പിന്നീട് ആര്യാടൻ്റെ മകൻ സ്ഥാനാർത്ഥിയാവുകയും നിലമ്പൂരിൽ CPM-ൻ്റെ പിന്തുണയോടുകൂടി PV അൻവർ മത്സരിക്കാൻ വേണ്ടി വരികയും ചെയ്തപ്പോഴാണ് രാഷ്ട്രീയ ചിത്രം മാറി മറിയുന്നത്. ഇത്തവണ KT ജലീലിന് അവിടെ ചില തരത്തിലുള്ള പരാജയഭീതി ഉണ്ടോ എന്ന് നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്നു. പാർട്ടിക്ക് വേണ്ടി എല്ലാം ത്യജിച്ചുകൊണ്ട് വളരെ ശക്തനായ ഒരു നേതാവായി മലപ്പുറത്ത് വളർന്നുകൊണ്ടിരിക്കുന്ന നേതാവാണ് ഈ VS ജോയ് എന്നുള്ളതാണ്. ആര്യാടൻ ഷൗക്കത്ത് വേണോ അല്ലെങ്കിൽ VS ജോയ് വേണോ എന്നുള്ള വലിയ തർക്കമുണ്ടായപ്പോൾ മുസ്ലിം ലീഗ് വളരെ ശക്തമായി VS ജോയ്ക്ക് വേണ്ടി വാദിച്ചിരുന്നു. ഒരുപക്ഷെ KT ജലീൽ കഴിഞ്ഞ തവണ മന്ത്രിയായിരുന്നെങ്കിൽ ഇത്തവണ വിജയ സാധ്യത കുറച്ചുകൂടി കൂടിയാണ്. രാജേട്ടാ നമസ്കാരം. രാജേട്ടാ, കേരള നിയമസഭയിലേക്ക് നടക്കാൻ പോകുന്ന തെരഞ്ഞെടുപ്പുകൾക്ക് ഇനി അധിക ദിവസവും ഇല്ല, 12 ദിവസമുള്ളൂ. അപ്പോൾ ഈ സമയത്ത് നമ്മൾ തവനൂരും അതോടൊപ്പം തന്നെ നമ്മൾ നിലമ്പൂരും എടുത്ത് പരിശോധിക്കേണ്ടതുണ്ട്. നിലമ്പൂരുകാരനായിട്ടുള്ള VS ജോയി DCC പ്രസിഡന്റാണ്, UDF സ്ഥാനാർത്ഥിയായിട്ടാണ് തവനൂർ മത്സരിക്കുന്നത്. അതോടൊപ്പം തന്നെ മുൻ സംസ്ഥാന മന്ത്രിയൊക്കെ ആയിരുന്ന KT ജലീലാണ് തവനൂർ LDF-ൻ്റെ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുന്നത്. പിന്നെ സ്വാഭാവികമായിട്ടും ആര്യാടൻ ഷൗക്കത്താണ് നിലമ്പൂർ മത്സരിക്കുന്നത്. എതിർ സ്ഥാനാർത്ഥിയായിട്ട് ഫുട്ബോൾ താരമായിട്ടുള്ള ഷറഫ് അലിയാണ് മത്സരിക്കുന്നത്. ഈ ഒരു 2 നിയോജക മണ്ഡലങ്ങളിലെ മത്സരങ്ങളെ എങ്ങനെ നോക്കിക്കാണും? ഇപ്പോൾ ഈ നമുക്ക് നിലമ്പൂരിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നിലമ്പൂർ ദീർഘകാലം ആര്യാടൻ മുഹമ്മദ് എന്ന കോൺഗ്രസിൻ്റെ ഏറ്റവും മുതിർന്ന നേതാവ്, മുൻ മന്ത്രിയൊക്കെ ആയിരുന്നു, പലതവണ മന്ത്രിയൊക്കെ ആയിരുന്ന മുതിർന്ന നേതാവായ ആര്യാടൻ മുഹമ്മദ് ഉള്ളം കയ്യിൽ കൊണ്ടു നടന്ന മണ്ഡലമാണ്. ആര്യാടൻ മാറി പിന്നീട് ആര്യാടൻ്റെ മകൻ സ്ഥാനാർത്ഥിയാവുകയും നിലമ്പൂരിൽ CPM-ൻ്റെ പിന്തുണയോടുകൂടി PV അൻവർ മത്സരിക്കാൻ വേണ്ടി വരികയും ചെയ്തപ്പോഴാണ് രാഷ്ട്രീയ ചിത്രം മാറി മറിയുന്നത്. 2 ടേമിൽ PV അൻവർ LDF-ൻ്റെ പിന്തുണയോടുകൂടി നിലമ്പൂരിൽ മത്സരിച്ച് വിജയിക്കുന്നു. ആദ്യ തവണ ആര്യാടൻ ഷൗക്കത്തായിരുന്നെങ്കിൽ രണ്ടാമത്തെ തവണ ആര്യാടൻ ഷൗക്കത്ത് മാറിയെന്നെങ്കിൽ പോലും PV അൻവറിൻ്റെ വിജയം ആവർത്തിക്കുന്നൊരു ചിത്രം നമ്മൾ കണ്ടത്. പക്ഷേ CPM-മായി പിന്നീട് നിലമ്പൂരിൽ വലിയ വിയോജിപ്പുണ്ടാവുകയും PV അൻവർ നിലമ്പൂരിൽ MLA സ്ഥാനം രാജിവെക്കുകയും ചെയ്തു. അപ്പോൾ കഴിഞ്ഞ കൊല്ലം ഇതേ സമയത്തല്ല, മെയ് മാസത്തിലാണ് അവിടെ ബൈ ഇലക്ഷൻ നടക്കുന്നത്. ഈ ബൈ ഇലക്ഷനിൽ വലിയ മത്സരം നടന്നു. കാരണം CPM ആ മണ്ഡലം നിലനിർത്തുന്നതിന് വേണ്ടിയിട്ടുള്ള വയനാടിയിലെ എല്ലാ അമ്പുകളും ഉപയോഗിച്ചുകൊണ്ട് CPM-ന് കിട്ടാവുന്ന ഏറ്റവും പ്രഗത്ഭനായ സ്ഥാനാർത്ഥി, യുവ നേതാക്കന്മാരിൽ ഏറ്റവും ശക്തൻ ആയ M സ്വരാജിനെ കളത്തിലിറക്കുന്നു. M സ്വരാജ് നമുക്കറിയാം നിലമ്പൂരുകാരനാണ്. അദ്ദേഹത്തിന് നിലമ്പൂരിൽ വലിയ വേരുകളുള്ള ആളായിരുന്നു. എന്നിട്ട് പോലും എല്ലാ സാമുദായിക നേതാക്കന്മാരുടെയും മറ്റെല്ലാ ആളുകളുടെയും ഒക്കെ പിന്തുണയോടുകൂടി UDF ആ മണ്ഡലം തിരിച്ചുപിടിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. പക്ഷേ ആ സമയത്തും PV അൻവർ കോൺഗ്രസിനെയും CPM-നെയും ഒരേപോലെ വെല്ലുവിളിച്ചുകൊണ്ട് അവിടെ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിക്കുകയും അദ്ദേഹവും നല്ല വോട്ട് പിടിച്ചു എന്നുള്ള നമ്മൾ കാണും. 20,000 എത്രയും വോട്ട് പിടിച്ച ഒരു സാഹചര്യത്തിലാണ് ഈ M സ്വരാജിൻ്റെ തോൽവി എന്നുകൂടി നമ്മൾ കാണണം. പക്ഷേ ഇത്തവണ ചിത്രം വേറൊരു തരത്തിലാണ്. കാരണം അന്ന് PV അൻവർ രാജിവെച്ചൊഴിയുന്ന സമയത്ത് ആവശ്യപ്പെട്ടിരുന്നത് എന്താണ്? എനിക്ക് പകരം അന്ന് കോൺഗ്രസിൻ്റെ യുവ നേതാക്കളിൽ ഏറ്റവും ശ്രദ്ധേയനും DCC പ്രസിഡന്റുമായ VS ജോയിയെ ഉപതെരഞ്ഞെടുപ്പിൽ നിലമ്പൂരിൽ മത്സരിപ്പിക്കണമെന്നായിരുന്നു PV അൻവറിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യം. അദ്ദേഹം UDF-ന് നിരുപാധികമായ പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ടാണ് MLA സ്ഥാനം രാജിവെച്ചത്. പക്ഷേ ആര്യാടൻ ഷൗക്കത്തിനെ വീണ്ടും സ്ഥാനാർത്ഥിയാക്കാൻ തീരുമാനിച്ചപ്പോൾ AICC നേതൃത്വം അതിന് പച്ചക്കൊടി കാണിച്ചപ്പോൾ ഏറ്റവും ശക്തമായ എതിർപ്പുമായി മുന്നിട്ടിറങ്ങിയതും PV അൻവറായി നമ്മൾ കാണണം. PV അൻവർ ആര്യാടൻ ഷൗക്കത്തിനെ ഇനി നിയമസഭ കാണിക്കില്ലെന്ന് പ്രഖ്യാപിച്ചുകൊണ്ടായിരുന്നു VS ജോയിയെ എടുത്ത് കാണിച്ചത്. VS ജോയിയെ ഒരു വിഭാഗം കോൺഗ്രസ്സുകാർ VS ജോയിയെ അവിടെ സ്ഥാനാർത്ഥിയാക്കണം എന്ന് ശഠിച്ചു മുന്നിൽ നിന്നെങ്കിൽ പോലും അന്ന് VD സതീശൻ്റെയും മറ്റ് ചില നേതാക്കന്മാരുടെയും നിർബന്ധപ്രകാരം ഷൗക്കത്തിനെ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിക്കുന്നു. ഷൗക്കത്തിനെ സ്ഥാനാർത്ഥിയായി മുന്നേറുകയും ജയിക്കുകയും ചെയ്യുന്നു. അപ്പോൾ പോലും കോൺഗ്രസ് നേതൃത്വത്തിനെതിരെ ഒരു വരി പോലും സംസാരിക്കാതെ പാർട്ടി എന്താണോ പറയുന്നത് അത് ഞാൻ ശിരസ വഹിക്കും എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് പാർട്ടിയുടെ കൂടെ നിന്നു VS ജോയി. ആ VS ജോയിയാണ് തവനൂരിൽ സ്ഥാനാർത്ഥി എന്നുള്ളതാണ്. നമ്മൾ തവനൂരിലേക്ക് വരികയാണെങ്കിൽ തവനൂർ മണ്ഡലം ഉണ്ടായ ആ കാലത്ത് 3-ാം തവണയാണ് KT ജലീൽ അവിടെ നിന്ന് മത്സരിക്കുന്നത്. KT ജലീൽ നമുക്കറിയാം എങ്ങനെയാണ് മുസ്ലിം ലീഗിൻ്റെ സമുന്നതനായ നേതാക്കന്മാരിൽ ഒരാളായിരുന്നു. പിന്നീട് കുഞ്ഞാലിക്കുട്ടിയുമായിട്ടുണ്ടായ ചില അഭിപ്രായ ഭിന്നതകളെ തുടർന്ന് പരസ്യമായി കുഞ്ഞാലിക്കുട്ടിയെ എതിർക്കുകയൊക്കെ ചെയ്തു. നമുക്കറിയാം കുഞ്ഞാലിക്കുട്ടി ആ സമയത്ത് രാഷ്ട്രീയപരമായി നേരിട്ടുന്ന ഏറ്റവും വലിയ പ്രശ്നം ഈ ഐസ്ക്രീം പാർലർ കേസൊക്കെ ആയി ബന്ധപ്പെട്ട് അദ്ദേഹത്തിനെതിരെ വലിയ ആരോപണങ്ങൾ നിലനിൽക്കുകയും ലീഗിൽ തന്നെ അദ്ദേഹത്തിനെതിരെ ഒരു കാലത്ത് ലീഗിൻ്റെ എല്ലാ തീരുമാനങ്ങളും എടുത്തിരുന്ന നേതാവായിരുന്നു കുഞ്ഞാലിക്കുട്ടി. പക്ഷേ കുഞ്ഞാലിക്കുട്ടിക്കെതിരെ അതിശക്തമായ നിലപാട് സ്വീകരിച്ചതിൻ്റെ പേരിൽ
ഇദ്ദേഹത്തിന് ലീഗിൽ നിന്നും ഇറങ്ങി പോരേണ്ടി വരുന്നു. അങ്ങനെ അദ്ദേഹത്തെ CPM പിന്തുണയ്ക്കുന്നു, സ്ഥാനാർത്ഥിയാവുന്നു, കുഞ്ഞാലിക്കുട്ടിക്കെതിരെ സ്ഥാനാർത്ഥിയായി മത്സരിപ്പിക്കുന്നു. അവിടെയാണ് ഈ KT ജലീലിന്റെ ശുക്രദശ തെളിയുന്നത്. ആ കുഞ്ഞാലിക്കുട്ടിയെ തോൽപ്പിച്ചതോടുകൂടി ഏറ്റവും ശ്രദ്ധേയനായ ഇടതുപക്ഷ MLA-മാരിൽ ഒരാളായി മാറുന്നു. നമുക്കറിയാം, കഴിഞ്ഞ തവണ അദ്ദേഹം ഒന്നാം പിണറായി സർക്കാരിൽ മന്ത്രിയായിരുന്നു, ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയായിരുന്നു. പക്ഷേ ഞാൻ ഇനി മത്സരത്തിനില്ല എന്ന് പ്രഖ്യാപിച്ച ഒരു LDF-കാരനായിരുന്നു. അല്ലെങ്കിൽ LDF സ്വതന്ത്രമായിട്ട് ഇനി ഞാൻ മത്സരരംഗത്തില്ല, മത്സരത്തോട് ഞാൻ വിട പറയുകയാണ്, എല്ലാ തവണയും ഞാൻ തന്നെ മത്സരിക്കണം നിർബന്ധമില്ലല്ലോ, പുതിയ ആളുകൾ വരട്ടെ, യുവാക്കൾക്ക് അവസരം കൊടുക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്ന KT ജലീൽ ഒരിക്കൽ പാർട്ടി നിർബന്ധിക്കുന്നു എന്ന് പറഞ്ഞാണ് വീണ്ടും സ്ഥാനാർത്ഥിയാവുന്നത്. ഇവിടെയാണ് പ്രശ്നം എന്ന് പറയുന്നത്. കാരണം KT ജലീൽ എല്ലാ തവണയും പറയും ഇത്തവണയും കൂടി ഞാൻ മത്സരിക്കുന്നുണ്ട്, ഞാൻ കഴിഞ്ഞ തവണ പറഞ്ഞത് ഇത്തവണ ഞാൻ മത്സരിക്കുന്നില്ല, ഞാൻ അധ്യാപനത്തിലേക്ക് തിരിച്ചു പോകുന്നു എന്നാണ്. ഇനി അധ്യാപനത്തിലേക്ക് തിരിച്ചു പോകാൻ പറ്റില്ല, കാരണം പ്രായം കഴിഞ്ഞു, റിട്ടയർമെൻറ്റ് പ്രായം കഴിഞ്ഞു, അതുകൊണ്ട് ഇനി അധ്യാപനത്തിൽ തിരിച്ചു പോകാൻ പറ്റില്ല. പക്ഷേ എങ്കിൽ പോലും ഞാൻ എഴുത്തും വായനയും ഒക്കെ ആയിട്ട് മാറി നിൽക്കുകയാണെന്ന് പറയുന്നു. കാരണം അവിടെ പരാജയഭീതി ഉണ്ടോ എന്നുള്ളത് നമുക്കറിയാം. കഴിഞ്ഞ പ്രാവശ്യം ഫിറോസ് കുന്നമ്പിൽ എന്ന് പറഞ്ഞ മറ്റേ നന്മമരമായിരുന്നു അദ്ദേഹത്തിനെതിരെ സ്ഥാനാർത്ഥി. ഏതാണ്ട് 3200 സംതിങ് വോട്ടിന്റെ ഭൂരിപക്ഷം മാത്രമേ KT ജലീലിൽ ഉണ്ടായിരുന്നുള്ളൂ. ഇത്തവണ KT ജലീലിന് അവിടെ ചില തരത്തിലുള്ള പരാജയഭീതി ഉണ്ടോ എന്ന് നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്നു. കാരണം VS ജോയി എന്ന് പറയുന്ന യുവ നേതാവിനെ സംബന്ധിച്ചിടത്തോളം വളരെ വളരെ പ്രതികൂലമായ കാലാവസ്ഥയിൽ ജീവിതം തുടങ്ങിയ വ്യക്തിയാണ്. അതുപോലെ തന്നെ ഈ പൊതുപ്രവർത്തന രംഗത്ത് KSUയിലൂടെ മുന്നോട്ട് വന്നതാണ്. ഏതെങ്കിലും ഒരു ഗ്രൂപ്പിന്റെ മാത്രം പിന്തുണയോടുകൂടി വന്നൊരു നേതാവല്ല ഈ VS ജോയി. 2 ഗ്രൂപ്പുകൾക്കും കൂടെ നിൽക്കാതെ ഒറ്റയ്ക്ക് സ്വതന്ത്രനായി സംഘടനാ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് വിജയിച്ച് പിന്നീട് നേതൃത്വത്തിലേക്ക് കടന്നു വന്ന ആളാണ്. അതുകൊണ്ട് തന്നെ VS ജോയിക്ക് വലിയ സ്വീകാര്യതയുണ്ട്. 35-ാമത്തെ വയസ്സിൽ അദ്ദേഹം DCC അധ്യക്ഷനായ നേതാവാണ്. പാർട്ടിക്ക് വേണ്ടി എല്ലാം ത്യജിച്ചുകൊണ്ട് വളരെ ശക്തനായ ഒരു നേതാവായി മലപ്പുറത്ത് വളർന്നുകൊണ്ടിരിക്കുന്ന നേതാവാണ് ഈ VS ജോയി എന്നുള്ളതാണ്. അതുകൊണ്ട് മാത്രമാണ് മുസ്ലിം ഭൂരിപക്ഷ പ്രദേശമായ തവനൂരിൽ ഒരു ആശങ്കയുമില്ലാതെ മത്സരിക്കാൻ വേണ്ടി അദ്ദേഹം വന്നതും അതുകൊണ്ടാണ്. അപ്പം VS ജോയിയുടെ ഒരു ചരിത്രം എന്ന് പറയുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞില്ല, അദ്ദേഹം ഒരു തൊഴിലാളി കുടുംബത്തിൽ നിന്ന് വന്ന ഒരു നേതാവാണ്, അല്ലാതെ വായിൽ വെള്ളിക്കരണ്ടിയുമായി ജനിച്ച ഒരാളല്ല. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ഗ്രാസ് റൂട്ട് ലെവലിൽ നല്ല ബന്ധങ്ങളുണ്ട് എന്നുള്ളതാണ് VS ജോയിന്റെ ഒരു വലിയ പ്രത്യേകത. ഈ VS ജോയി DCCയുടെ പ്രസിഡന്റായിട്ട് ചുമതലയേൽക്കിട്ടതിന് ശേഷം ഈ സംഘടനാ സംവിധാനം മെച്ചപ്പെടുത്താനായിട്ട്, അത് കോൺഗ്രസിന്റെ സംഘടനാ സംവിധാനം മെച്ചപ്പെടുത്താനായിട്ട് VS ജോയിക്ക് സാധിച്ചിട്ടുണ്ട് എന്നുള്ളതൊരു വസ്തുതയാണ്. അതായത് മുസ്ലിം ലീഗിന് ഭയങ്കരമായ ഒരു ആധിപത്യമുള്ള ഒരു ജില്ലയാണ് മലപ്പുറം ജില്ല എന്ന് പറഞ്ഞത്. കാരണം അവിടെ മുസ്ലിം ലീഗ് ഉള്ളൂ, എവിടെ നോക്കിയാലും മുസ്ലിം ലീഗ് മാത്രമാണ്. കോൺഗ്രസ് സ്ഥാനാർത്ഥികൾ പോലും മത്സരിച്ച് വിജയിക്കുന്നത് ഈ മുസ്ലിം ലീഗിന്റെ പിന്തുണയോടെ. മുസ്ലിം ലീഗ് അവിടെ ഇല്ല എങ്കിൽ കോൺഗ്രസിനോട് ഒന്നും ചെയ്യാൻ സാധിക്കാത്തൊരു അവസ്ഥയുണ്ട്. അപ്പോൾ ഇങ്ങനെ ആ ഒരു സ്ഥലത്ത് കോൺഗ്രസിന് അത്യാവശ്യം സംഘടനാ സംവിധാനം കെട്ടിപ്പടുക്കുകയും പല പാർട്ടികളിലുള്ള ആളുകളെയൊക്കെ കോൺഗ്രസിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുകയും ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയാണ് VS ജോയി എന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ VS ജോയിയെ സംബന്ധിച്ചിട്ട് ഒരു വർഗീയ ധ്രുവീകരണം ഉണ്ടാകാതിരിക്കുന്ന പക്ഷം ഒരുപക്ഷെ റിസൾട്ട് മറ്റൊന്നാവാൻ സാധ്യതയുണ്ടോ? ഇല്ല, അങ്ങനെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, VS ജോയിക്ക് ഇപ്പോൾ അവിടെ വിജയിച്ച് കയറി വരാനുള്ള സാഹചര്യമുണ്ട്. കാരണം അദ്ദേഹത്തിന് മുസ്ലിം ലീഗുമായിട്ട് അടുത്ത ബന്ധമുണ്ട്. അപ്പോൾ നിലമ്പൂരിൽ വലിയൊരു തർക്കം ഉണ്ടായല്ലോ, ഈ ആര്യാടൻ ഷൗക്കത്ത് വേണോ അല്ലെങ്കിൽ VS ജോയി വേണോ എന്നുള്ള വലിയ തർക്കം ഉണ്ടായപ്പോൾ മുസ്ലിം ലീഗ് വളരെ ശക്തമായി VS ജോയിക്ക് വേണ്ടി വാദിച്ചിരുന്നു. മറ്റെന്തെങ്കിലും തരത്തിൽ അങ്ങനെ എന്തെങ്കിലും വർഗീയ കാഴ്ചപ്പാട് ഉണ്ടായിരുന്നെങ്കിൽ VS ജോയിന്റെ പേര് ഒരിക്കലും മുസ്ലിം ലീഗ് മുൻനിർത്തി പറയാം. മുസ്ലിം ലീഗ് ആണ് VS ജോയിക്ക് വേണ്ടി വാദിക്കേണ്ട വേറൊരു വശം കൂടി ഉണ്ട്. കാരണം വെച്ചാൽ ആര്യാടൻ മുഹമ്മദ് ആയിരുന്നു ഇവരുടെ ഏറ്റവും വലിയ ശത്രു എന്ന് പറയുന്നതും വിമർശകൻ എന്ന് പറയുന്നത്. അതെ. പക്ഷേ ഇതൊക്കെ പറയുമ്പോൾ ആര്യാടൻ വലിയൊരു ശത്രു എന്ന് പറയുമ്പോഴും മുന്നണി സംവിധാനത്തിൽ അദ്ദേഹം എല്ലാ കാലത്തും ജയിച്ചിരുന്നതും കൂടി നമ്മൾ കാണണം. ആര്യാടൻ മുഹമ്മദ് മാറി അദ്ദേഹത്തിന്റെ മകൻ സ്ഥാനാർത്ഥി ആയപ്പോഴാണ് അവിടെ തോൽവി ഉണ്ടായത്. ആ തോൽവിക്ക് കാരണം യഥാർത്ഥത്തിൽ മുസ്ലിം ലീഗുമായിട്ടുണ്ടായ പ്രശ്നങ്ങളല്ല, മറിച്ച് കോൺഗ്രസിൽ തന്നെ ഉണ്ടായ വിയോജിപ്പുകളാണ്. മുസ്ലിം ലീഗ് ഒരിക്കലും ഇലക്ഷൻ രാഷ്ട്രീയത്തിൽ ഒരിക്കലും ആര്യാടൻ മുഹമ്മദിനെ ഒരിക്കലും ആക്രമിക്കാറില്ല. അതുമാത്രമല്ല പരാജയപ്പെടുത്താൻ വേണ്ടി ശ്രമിച്ചിട്ടില്ല. അത് അവരുടെ രാഷ്ട്രീയപരമായ മുന്നണി മര്യാദകൾ. അങ്ങനെ ശ്രമിച്ചിരുന്നെങ്കിൽ ആര്യാടൻ മുഹമ്മദ് തന്നെ അവിടെ അതുകൊണ്ട് എല്ലാ കാലത്തും ആര്യാടൻ നിലനിന്നത് മുസ്ലിം ലീഗിനെ എതിർത്തിട്ടാണ്, മുസ്ലിം ലീഗ് നിലനിന്നത് ആര്യാടനെ എതിർത്തിട്ടാണ് നമ്മുടെ അതിൽ കാണുന്നത്. അതാണ് എല്ലാ കാലത്തും നിലമ്പൂരിലുണ്ടായിരുന്ന ഒരു UDF രാഷ്ട്രീയം. അതുകൊണ്ട് മറ്റൊരു ശത്രുവിന് അവിടെ കടന്നു കയറാൻ പറ്റാത്തൊരു സാഹചര്യം ഇവരുണ്ടാക്കിയത്. കാരണം ഇവർ തമ്മിൽ തന്നെ പോരാടുകയും ചെയ്യും, എന്നാൽ ഇലക്ഷൻ സമയത്ത് ഇവർ ഒരുമിക്കുകയും വിജയിപ്പിക്കുകയും ചെയ്യുന്ന ഒരു രാഷ്ട്രീയമായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. അത് തകർത്തത് എന്ന് പറയുന്നത് PV അൻവർ ആയിരുന്നു. അപ്പോൾ PV അൻവർ എന്ന ഒരു ഇടത് സ്വതന്ത്രൻ അവിടെ വന്നപ്പോഴാണ് അവിടെ ഭിന്നിപ്പുണ്ടായത്, വോട്ടർമാർക്കിടയിൽ ഭിന്നിപ്പുണ്ടായതും വിജയിക്കാനൊക്കെ ഉണ്ടായ സാഹചര്യം ഉണ്ടായത്. പക്ഷേ അത് PV അൻവറിന്റെ രാജിയോടുകൂടി അവസാനിച്ചു എന്നുള്ളത് നമ്മളിൽ കാണേണ്ടതുള്ളത്. അതുകൊണ്ട് നിലമ്പൂരിൽ ഇനി മറ്റൊരു തരത്തിലുള്ള ഒരു രാഷ്ട്രീയ മാറ്റം ഈ ഇലക്ഷനിൽ ഉണ്ടാവുമെന്ന് വെച്ചാൽ ഒരിക്കലും ഉണ്ടാവാനുള്ള സാഹചര്യം ഇല്ലാന്നോ. കാരണം ഒരു വർഷം കൊണ്ട് അവിടെ വേറെ പ്രത്യേകിച്ച് എന്തെങ്കിലും രാഷ്ട്രീയ മാറ്റങ്ങളൊന്നും സംഭവിച്ചില്ല എന്നും കൂടി നമ്മൾ കാണേണ്ടതുണ്ട്.
മാത്രമല്ല അന്ന് ശക്തമായി എതിർത്തിരുന്ന PV അൻവറും ഇന്ന് UDFന്റെ ഭാഗമായി നിലനിൽക്കുന്നു എന്നുള്ളത് UDFന്റെ നിലമ്പൂരിലെ വിജയത്തിന് കുറച്ചും കൂടി മാറ്റുകൂട്ടും എന്ന് തന്നെയാണ് നമ്മളിൽ കാണേണ്ടത്. പക്ഷേ VS ജോയി ഇവിടെ പിന്നെ തവനൂരിൽ വരുമ്പോഴേക്ക് VS ജോയിക്ക് പ്രത്യക്ഷമായി നോക്കുമ്പോൾ VS ജോയിക്ക് വിജയിക്കാനുള്ള സാഹചര്യം ഉണ്ടോ എന്ന് വെച്ചാൽ ഇല്ല. പക്ഷേ ആസ് എ പൊളിറ്റീഷ്യൻ എന്നുള്ള രീതിയിൽ അദ്ദേഹത്തിന് വലിയ സ്വീകാര്യതയുണ്ട്. KT ജലീലിന് അതിൻ്റെ സ്വീകാര്യത കുറഞ്ഞിരിക്കുന്നു എന്ന് നമ്മൾ കഴിഞ്ഞ ചില രാഷ്ട്രീയ സംഭവങ്ങളൊക്കെ വിലയിരുത്തുമ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്. മാത്രമല്ല ഇപ്പോൾ ഈ 3ാം തവണയും സർക്കാർ അധികാരത്തിൽ വരും എന്നുള്ള ട്രെൻഡ് നിലനിൽക്കുമ്പോഴും കഴിഞ്ഞ തവണ കോൺഗ്രസും വിട്ട് വന്ന അബ്ദുറഹിമാനാണ് പിന്നീട് മന്ത്രിസ്ഥാനമൊക്കെ കിട്ടിയത്. KT ജലീലിനെ കഴിഞ്ഞ പ്രാവശ്യം മന്ത്രിസ്ഥാനത്തേക്ക് പരിഗണിച്ചില്ല. ഒരുപക്ഷെ KT ജലീൽ കഴിഞ്ഞ പ്രാവശ്യം മന്ത്രി ആയിരുന്നെങ്കിൽ ഇത്തവണ വിജയസാധ്യത കുറച്ചുകൂടി കൂടിയാണ്. അതുകൊണ്ട് മന്ത്രിയാക്കാത്തതിലുള്ള ചില അസ്വസ്ഥതകൾ KT ജലീലിനുണ്ട്. പിന്നെ മാത്രമല്ല നേരത്തെ KT ജലീലിനോട് അവിടെ ഉണ്ടായിരുന്ന CPM നേതാക്കന്മാർക്ക് ഉണ്ടായിരുന്ന ആ സ്വീകാര്യതയും അത്രയൊന്നും അടുപ്പവും ഇപ്പോഴില്ല എന്നുള്ളത് കൂടി വളരെ വ്യക്തമാണ്. അതുകൊണ്ട് KT ജലീലിന് മത്സരിക്കാൻ താല്പര്യമുണ്ടായിരുന്നു. പക്ഷേ നിർബന്ധിക്കണം. KT ജലീലിന് ഞാൻ മത്സരിക്കില്ല എന്ന് പറയുമ്പോഴും KT ജലീലിന് അവിടെ മത്സരിക്കാൻ താല്പര്യമുണ്ട്. പക്ഷേ പാർട്ടി നിർബന്ധിച്ചിട്ടാണ് ഞാൻ സ്ഥാനാർത്ഥിയായി എന്നുള്ള ഒരു നറേറ്റീവ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പുള്ളി നേരത്തെ തന്നെ പ്രഖ്യാപിക്കുന്നു ഞാൻ മത്സരിക്കാനില്ല എന്നുള്ളത്. അപ്പോൾ അവസാനം പാർട്ടി നേതൃത്വം അദ്ദേഹത്തിന് വിളിച്ചു പറയുന്നു താങ്കൾ തന്നെ മത്സരിക്കണം, അല്ലെങ്കിൽ അവിടെ പരാജയപ്പെട്ടു പോകും. അങ്ങനെയാണ് അവിടുത്തെ ഒരു രാഷ്ട്രീയ സ്ഥിതികൾ കാണുന്നത്. അപ്പോൾ പ്രാദേശികമായുള്ള എതിർപ്പുകൾ ഇല്ലാതാവും. ഇല്ലെങ്കിൽ പ്രാദേശികമായി CPM തന്നെ അദ്ദേഹത്തോട് LDFിലുള്ള നേതാക്കന്മാർക്ക് തന്നെ അദ്ദേഹത്തോടുള്ള എതിർപ്പ് നിലനിൽക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കിയതുകൊണ്ട് കൃത്യമായ ഒരു രാഷ്ട്രീയ നീക്കം ജലീലിൻ്റെ ഭാഗത്ത് ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ്. പക്ഷേ ജലീലിന് ഇത്തവണ അവിടെ പരാജയം സംഭവിച്ചാൽ അത് രാഷ്ട്രീയ ജീവിതത്തിൽ തന്നെ ജലീലിന് വലിയ തിരിച്ചടിയാവും തന്നെ നമ്മളിൽ കാണേണ്ടതുള്ളത്.